അതൊന്നും ശരിയല്ല. നിങ്ങൾ ബൂത്ത് പരിശോധിച്ചാൽ മതി. ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ സംശയം തീരും. മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും കുറേയൊക്കെ തീരും. ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലവും ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ബൂത്തുകളും അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണലായിട്ട് LDFന് ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളും അവരുടെ ബൂത്തുകളും അതൊന്ന് പരിശോധിച്ചാൽ ഈ സംശയം തീരും. പിന്നെ ഇന്നലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി റിവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ അവരുടെ വിജയസാധ്യത എവിടെയൊക്കെയാണ്. അതിലും മലപ്പുറം പൊന്നാനില്ല. പിന്നെ കൂടുതൽ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഭൂരിപക്ഷം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതല്ലാതെ ജയപരാജയം LDF പോലും ക്ലെയിം ചെയ്യുന്നില്ല. LDF പോലും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം നമ്മളിനിപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ലീഗിൻ്റെ പ്രവർത്തകർ വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടത്തൂല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ. പിന്നെ എങ്ങനെ നമ്മളത് നടത്തിയാൽ ഞങ്ങളെ കഥ പോയില്ലേ. മറ്റു വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യ സമരം ബാബരി മസ്ജിദ് നടത്തിയതിനു ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി. അപ്പോൾ പലരും അവരെ പിന്തുണച്ചു. പക്ഷേ അപ്പോൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നവരല്ലേ. ഞങ്ങളൊരിക്കലും വർഗീയ പ്രചരണം അത് സാമാന്യ ജനങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ ഇത് ആ ഇലക്ഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. ഞങ്ങളൊരു പ്രവർത്തകനും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാലത്തും ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. ഇതൊക്കെ ഇലക്ഷൻ കാലത്ത് ഒരുപാട് നമ്മൾ ഡിബേറ്റ് ചെയ്ത കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ കൗണ്ട് ചെയ്യാൻ പോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്കാണ് തുടങ്ങാം. ഇപ്പോൾ അധികം നമ്മളത് ഡിബേറ്റ് ചെയ്യണ്ടല്ലോ. ഇന്നലെ അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം നമ്മൾ അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. തങ്ങളിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇപ്പോൾ അത് വേണ്ട. പണ്ടേ ഉണ്ട്. MSFൽ ആദ്യമുണ്ട്. ഇപ്പോൾ അതുണ്ട്. പണ്ട് MSFൽ ഒക്കെ ആദ്യമുണ്ട്. ലീഗിലും ഉണ്ട്. അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ അവരുണ്ടല്ലോ. ഇപ്പോൾ യൂത്ത് ലീഗിലും വന്നു എന്നുള്ളൂ. പിന്നെ അതിൽ പുതുതായില്ല. ലീഗിൽ അതിൻ്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലും ഒക്കെ വനിതകൾക്ക് പ്രാതിനിധ്യമുണ്ട്. അതിൽ ഭാരവാഹിത്വം ഉണ്ട്. അഖിലേന്ത്യാ കമ്മിറ്റിയിലുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്, MSFലുണ്ടൊക്കെ ഉണ്ട്. യൂത്ത് ലീഗിൽ പിന്നെ ഭാരവാഹിയായി ഇപ്പോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും ആദ്യം ഉള്ളതാണ്, കുഴപ്പമില്ല. അതിനൊക്കെ അതിൻ്റേതായ അടുക്കും ചിട്ടയോടുകൂടി ലീഗിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിൽ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ആ അടുക്കും ചിട്ടയോടുകൂടി തന്നെ കൊണ്ടുപോകും.